ഈ അത്ഭുത പ്രതിഭാസങ്ങളെ സൃഷ്ടിച്ചവൻ അല്ലാഹുവാണ്. അവൻ സർവശക്തനാണ്. അല്ലാഹുവിന്റെ അപാരമായ കഴിവ്, കുദ്റത്ത്, അവന്റെ ശക്തി അതൊരു വ്യക്തിക്കും മനസ്സിലാക്കാൻ വരെ ശക്യമല്ലാത്ത വിധം അഖില ലോക ചരാചരങ്ങളെ അത്ഭുതമായ നിലക്ക് സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിക്കുന്ന അല്ലാഹു, അവനെയാണ് ഏറ്റവും അധികം പ്രിയം വെക്കേണ്ടത്. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. സത്യവിശ്വാസികൾ, മുഅ്മിനീങ്ങൾ അല്ലാഹുവിനെ ഏറ്റവും അധികം പ്രിയം വെക്കും. അത് കഴിച്ചാൽ എന്നെ പ്രിയം വെക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. എങ്കിൽ മാത്രമേ നീ മുഅ്മിനാവുകയുള്ളൂ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ ആഖിറുസമാനിന്റെ ചെറുപ്പക്കാർക്ക് പഠിപ്പിക്കാൻ, ലോകത്തിന് പഠിപ്പിക്കാൻ ഒരു ചെറിയ ഭേദഗതി നിർണയിച്ചു. എന്താണ് അവർക്ക് പറയുന്നത്? എല്ലാ നഫ്സിൻ, അല്ലാഹുവിന്റെ ഹബീബ്, എനിക്ക് എന്റെ നഫ്സിനോടാണ് ഏറ്റവും അധികം പ്രിയം ഉള്ളത്. അത് കഴിച്ച് പിന്നെ നിമിതങ്ങളോടാണ് എനിക്ക് പ്രിയം. എന്റെ ശരീരത്തോട്, എന്റെ ആത്മാവിനോട് എനിക്കധികം പ്രിയം ഉണ്ട്. പ്രിയം കഴിച്ചാൽ പിന്നീട് തങ്ങളോടാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞില്ല, നീ നിന്റെ ആത്മാവിനെക്കാളും നിന്റെ ശരീരത്തെക്കാളും അഖില ലോക ചരാചരങ്ങളെക്കാളും എന്നെ പ്രിയം വെക്കാത്ത കാലത്തോളം മുഅ്മിൻ ആവുകയില്ല. ഉടനെ പറയുന്നു, ഉഹിബ്ബുക അൻ കുല്ലി ശൈഇൻ വഅൻ നഫ്സി യാ റസൂലല്ലാഹ്. ഓ ഹബീബായ നബിയേ, ഞാൻ എന്റെ സ്വന്തം ആത്മാവിനെക്കാളും എന്റെ ജഡത്തെക്കാളും അഖില ലോക ചരാചരങ്ങളെക്കാളും തങ്ങളെ പ്രിയം വെക്കുന്നു നബിയേ. സുഹൃത്തുക്കളെ, അഖിലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും അധികം പ്രിയം വെക്കേണ്ടത് ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണെന്ന് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നു. قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله فَتَرَبَّصُوا. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഈ കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ സന്താനങ്ങൾ, ഭാര്യ ഭർത്താക്കൾ, ആത്മമിത്രങ്ങൾ, നിങ്ങൾ താമസിക്കുന്ന സൗധങ്ങൾ, നിങ്ങളുടെ സമ്പത്ത്, അങ്ങനെ അഖില ലോകത്തുള്ള ഏതെങ്കിലും ഒരു വസ്തു അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ നിങ്ങൾക്ക് പ്രിയം വന്നു പോയാൽ അല്ലാഹുവിന്റെ കഠിനമായ ശിക്ഷ നിങ്ങൾ പ്രതീക്ഷിക്കണം എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഏറ്റവും അധികം പ്രിയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ്. ആ പ്രിയം ഉണ്ടായതിന്റെ പേരിൽ തന്നെ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സൃഷ്ടികളുടെ കൂട്ടത്തിൽ അമ്പിയാക്കളെ കഴിച്ചാൽ ഒന്നാമത്തെ സ്ഥാനം അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്കാണ്. അതെന്താണ് കാരണം? ബിശൈഇൻ മുഖ്ഖിറ ഫീ ഖൽബിഹി മിൻ മുഹബ്ബത്തില്ലാഹി വ റസൂലിഹി. അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും പ്രിയം വെക്കുക എന്ന വസ്തുത ലോകത്തെവിടെയുമില്ലാത്ത അത്ര സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖൽബിൽ ഉണ്ടായതുകൊണ്ട് ഒന്നാമത്തെ സ്ഥാനം അവിടത്തേക്ക് ലഭിച്ചു. രണ്ടാമത്തേത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ
ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾക്ക് ലഭിച്ചു. ഉമർ ഇബ്നു ഖത്താബിന് ഈ ഹുബ്ബ് വന്നതുകൊണ്ട് കിട്ടിയ എത്ര ഗുണങ്ങളാണ്. ഒറ്റ ഒന്ന് മാത്രം പറയാം. ഇന്ന ശൈത്താന ലയജ്രി മിൻ ഇബ്നി ആദമ മജ്റദ്ദമി. പരിശുദ്ധ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു, മനുഷ്യന്റെ ജന്മശത്രുവായ പിശാച് ശരീരത്തിൽ കയറി രക്തത്തിന്റെ സഞ്ചാരമുള്ള എല്ലാ സ്ഥലത്തും, രക്തം എവിടെയെല്ലാം സർക്കുലേഷനുണ്ടോ, എവിടെയെല്ലാം സഞ്ചരിക്കുന്നുവോ അവിടെ മുഴുവനും കയറി നടക്കാനുള്ള കഴിവ് പിശാചിന് കൊടുത്തിട്ടുണ്ട്. അത്രയും മനുഷ്യന്റെ ശരീരത്തിന്റെ ഉള്ളിൽ വരെ കടക്കുന്ന പിശാച് ശൈത്താൻ. ഇദാ സലക ഉമറു ഫീ ഫജ്ജിൻ സലക ശൈത്താൻ ഫീ ഫജ്ജിൻ ആഖർ. ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ ഒരു വഴിയിലേക്ക്, ഇങ്ങനെ ഒരു റോട്ടിലേക്ക് കടന്നു വന്നാൽ പിശാച് സലക ശൈത്താൻ ഫീ ഫജ്ജിൻ ആഖർ മറ്റൊരു വഴിയിലേക്ക് കടന്നു കളയും. ഉമർ ഇബ്നു ഖത്താബ് നടന്നു വരുന്ന വഴിക്ക് പോലും ശൈത്താൻ വിടില്ല എന്ന് പറഞ്ഞാൽ എത്രമാത്രം സ്ഥാനമാണ് ലഭിച്ചത്. സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയം വെച്ചു. നബി തങ്ങളുടെ 2 പെൺകുട്ടികളെ വിവാഹം ചെയ്തു. ഒരു മകളെ വിവാഹം ചെയ്തു. അവർ മരിച്ചതിന്റെ ശേഷം 2ാമത്തെ മകളെ വിവാഹം ചെയ്തു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹുബ്ബ് അങ്ങേയറ്റത്തെ ഹുബ്ബ്, പ്രിയം. ഈ കാരണം കൊണ്ട് ബൈഅത്തുൽ റിദ്വാൻ എന്ന് പറയുന്ന ഒരു ഉടമ്പടി ഉണ്ടായിരുന്നു സഹാബികളുമായി. ഉടമ്പടിയിൽ വന്നിട്ടില്ല ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. എന്തുകൊണ്ട്? റസൂലുള്ളാഹിന്റെ മകൾക്ക് അല്പം അസുഖമായതുകൊണ്ട് ആ റസൂലുള്ളാഹിന്റെ മകളെ പരിചരിക്കുന്നു എന്ന കാരണത്താൽ അല്ലാഹു പറയുന്നു, നബിയോട് പറയുന്നു, ഓ ഹബീബായ നബിയെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ബൈഅത്തുൽ റിദ്വാനിൽ വന്നിട്ടില്ലെങ്കിലും അവിടെ വന്ന വ്യക്തികളുടെ സ്ഥാനം കൊടുക്കണം. ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇദ് യുബായിഊനക തഹ്ത അശ്ശജറ. ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ വെച്ച് തങ്ങളോട് ബൈഅത്ത് ചെയ്ത് ഉടമ്പടി ചെയ്തുകൊണ്ട് കരാർ ചെയ്ത് സ്വീകരിച്ച ആളുകളെ അല്ലാഹു പൊരുത്തപ്പെട്ടു എന്ന് ഖുർആൻ വ്യക്തമായി ഇറക്കിയിട്ടുണ്ടല്ലോ. ആ മഹാന്മാരുടെ കൂട്ടത്തിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാനെയും ഉൾപ്പെടുത്തണം. അല്ലാഹുവിന്റെ കൽപ്പന. ആ കൽപ്പന വന്നപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് അവിടുത്തെ വലത്തെ കൈ പിടിച്ച് ഇടത്തെ കൈ വലത്തെ കൈ കൊണ്ട് പിടിച്ചിട്ട് ഹാദിഹി യദു ഉസ്മാൻ. എല്ലാവരും ഉടമ്പടി ചെയ്യുമ്പോൾ കൈപിടിക്കുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഇവിടെ ഇല്ലെങ്കിലും അദ്ദേഹത്തിന്റെ പകരം എന്റെ ഒരു കൈ കൊണ്ട് മറ്റേ കൈ പിടിച്ചുകൊണ്ട് ആ ഉടമ്പടിക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്നു എന്ന് പറയുകയുണ്ടായി. എന്തുകൊണ്ട്? റസൂലുള്ളാഹിയോടുള്ള ഹുബ്ബിന്റെ പേരിൽ. 4ാമത്തത് ഖലീഫമാരിൽ 4ാമത്തത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഒരു ദിവസം യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ വളരെ ക്ഷീണിതനായി ഒരൽപ്പം വിശ്രമിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയോട് സമ്മതം ചോദിച്ച് അടുത്തേക്ക് പോയി. അല്പസമയം കഴിഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് അസർ നിസ്കരിച്ച് വേഗം വന്നിട്ട് അലിയോട് പറയുന്നു, എനിക്ക് വല്ലാത്ത ക്ഷീണമുണ്ട്, ഞാൻ ഒന്ന് അല്പം വിശ്രമിക്കട്ടെ. എന്റെ കാലിൽ തല വെച്ചുകൊണ്ട് ഞാൻ അല്പം ഒന്ന് ഉറങ്ങാം. ജീവിതത്തിൽ തന്നെ കിടന്നു ഉറങ്ങി. അലിയുമാവാനോ ഉറങ്ങാതെ റസൂലുള്ളാഹിയെ നോക്കിയിരിക്കുകയാണ്.
അങ്ങനെ ഇരിക്കുമ്പോൾ സൂര്യൻ അതാ അസ്തമിക്കുന്നു. അസർ നിസ്കരിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉറക്കം തടസ്സം വന്നു പോകും. അവിടെ നിന്ന് എഴുന്നേറ്റാൽ റസൂലുള്ളാഹിന്റെ ഉറക്കത്തിന് മോശം വരും. എഴുന്നേറ്റിട്ടില്ലെങ്കിലോ അസർ ഖളാ ആകും. ഒരു നേരത്തെ നിസ്കാരം ഖളാ ആവുക എന്നാൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ വേദനയുള്ളതാണ്. എഴുന്നേറ്റ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നു, എന്ത് വേണം റബ്ബേ, ഞാൻ അസർ നിസ്കരിച്ചിട്ടില്ലല്ലോ. അല്ലാഹുവിന്റെ ഹബീബാണ് എന്റെ മടിയിൽ ഉറങ്ങുന്നത്. അവിടത്തെ ഉറക്കം എപ്പോഴാണോ ഉണരുന്നത് അപ്പോഴല്ലാതെ ഉണർത്താൻ പാടില്ല. ഖുർആന്റെ നിയമം അങ്ങനെയാണ്. ഈ രണ്ട് കാര്യം തമ്മിൽ ഏറ്റുമുട്ടി ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ അസർ നിസ്കരിക്കാത്തതിന്റെ പേരിൽ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ കരഞ്ഞുപോയി. കണ്ണിൽ നിന്ന് കണ്ണുനീര് കൊണ്ടു. ആ കണ്ണുനീരിൽ നിന്ന് ഒരു തുള്ളി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൽ എത്തിയപ്പോൾ പെട്ടെന്ന് എത്തി ഉണർന്നു. എന്താണ് അലിയെ സംഭവിച്ചത്? അലി, ഞാൻ അസർ നിസ്കരിച്ചിട്ടില്ല. സൂര്യനത അസ്തമിച്ച് കഴിഞ്ഞു പോയി. ഈ ബേജാറ് കൊണ്ടാണ് എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അലി സൂര്യനോട് ഇങ്ങോട്ട് മടങ്ങി വരാൻ പറയൂ. ഇവിടുത്തെ അഭ്യസ്തവിദ്യരായ വലിയ വലിയ ആളുകളുണ്ടല്ലോ, ലണ്ടനിലും അമേരിക്കയിലുമുള്ള ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. സൂര്യന്റെ ചലനം ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൂര്യനോ ഭൂമിയോ ചലിക്കുന്നത് അത് വേറെ തർക്കം, അതേതോ ആവട്ടെ. ഖുർആൻ പറയുന്നു, വശംസു തജ്രി, സൂര്യൻ നടക്കുന്നു, ലിമുസ്തഖരില്ലഹാ, അതിന് നിശ്ചയിച്ച റൂട്ടിലൂടെ നിശ്ചയിച്ച സ്ഥലത്തേക്ക് സൂര്യൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. തഖ്ദീറുൽ അസീസിൽ അലീം, അത് ഇവിടുത്തെ മന്ത്രിസഭയുടെ തീരുമാനമല്ല, ഐക്യരാഷ്ട്രസഭയുടെ തീരുമാനമല്ല, ലോകത്തിന്റെ തീരുമാനമല്ല, അല്ലാഹുവിന്റെ തീരുമാനമാണ് സൂര്യൻ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാറ്റാൻ ആർക്കും അധികാരമില്ല എന്നല്ലേ ഖുർആൻ പറഞ്ഞത്. സൂര്യനെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ ഹബീബ് അലിയോട് പറയുന്നു, ഇങ്ങോട്ട് മടങ്ങി വരാൻ പറയൂ. സൂര്യനോടൊന്ന് ഇങ്ങോട്ട് മടങ്ങി വരാൻ പറയൂ. അലിയെ, നീ നിസ്കരിച്ചിട്ട് പോയാൽ മതി. നിങ്ങൾ നോക്കൂ, അലി റളിയല്ലാഹു അൻഹു സൂര്യനോട് പറയുന്നു, ഒന്ന് ഇങ്ങോട്ട് തന്നെ മടങ്ങി വരണം, അസ്തമിക്കാനായിട്ടില്ല, എനിക്ക് നിസ്കരിക്കണം. ഉടനെ സൂര്യൻ തിരിച്ചു വരുന്നു. സൂര്യൻ തിരിച്ചു വന്നിട്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നിസ്കരിച്ചു കഴിഞ്ഞതിന്റെ ശേഷം കണ്ടോ എന്ന് പറഞ്ഞപ്പോഴതാ സൂര്യൻ നടക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബിനെ പ്രിയം വെച്ചതുകൊണ്ട്, അല്ലാഹുവിന്റെ ഹബീബിനെ പ്രിയം വെച്ചതുകൊണ്ട് അലി ഇബ്നു അബീ ത്വാലിബിന് അല്ലാഹു സൂര്യനെ മടക്കി വിളിക്കാനുള്ള കഴിവ് കൊടുത്തു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ മഹാന്മാരായ സ്വഹാബികൾ ഓരോന്നും നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും പ്രിയം വെക്കുന്നവരായിരുന്നു. നമ്മൾ നാവുകൊണ്ട് പറഞ്ഞാൽ പോരാ, പ്രിയം വെക്കുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് പ്രിയമാവില്ല. നബി തങ്ങൾ പറഞ്ഞതൊക്കെ ചെയ്തത് കൊണ്ടും പ്രിയം ആവുകയില്ല. ഇവിടെ വലിയ വേദന നിങ്ങൾക്കറിയുമോ? മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ തന്നെ ഇസ്ലാമിന്റെ പേരിൽ നടക്കുന്നവരും പ്രവർത്തിക്കുന്നവരും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറയാൻ പാടില്ല
അത് ശിർക്കാണ്, അത് കുഫ്റാണ് എന്ന് പറയുന്നവർ ഉണ്ട്. എന്റെ പ്രിയപ്പെട്ട നേതാക്കളോട്, രാഷ്ട്രീയ നേതാക്കളോട്, മറ്റു സുഹൃത്തുക്കളോട് ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ചിലപ്പോഴൊക്കെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കും. സുന്നികൾ എവിടെ കയറി നിന്നാലും മറ്റു കക്ഷികളെ വിമർശിക്കലാണ് അവരുടെ ജോലി, സുന്നികളാണ് കുഴപ്പമുണ്ടാക്കുന്നത് എന്ന് പറയുന്ന ചില ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ഒറ്റ വാക്ക് മാത്രം പറയട്ടെ. ഇവിടെ ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കുന്നു എന്ന് പറയുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്ന ഒരു വ്യക്തി നടത്തിയ സൽസബീൽ 4-ാം പുസ്തകം 4-ാം ലക്കത്തിന്റെ 44-ാമത്തെ പേജിൽ ഒരു ചോദ്യോത്തരം കാണാം. എന്താണത്? അദ്ദേഹം ഒരു ലക്കത്തിൽ എഴുതി, മുഹമ്മദ് നബിയുടെ മദ്ഹുകൾ എന്ന പേരിൽ കുറെ മൗലൂദുകൾ ഇന്ന് നാട്ടിൽ നടക്കുന്നുണ്ട്. ആ മൗലൂദുകളൊക്കെ ശിർക്കാണ്, ആ മൗലൂദുകളിലൊക്കെ ശിർക്കിന്റെ പദങ്ങൾ ഉണ്ട് എന്ന്. അപ്പോൾ അടുത്ത ലക്കത്തിൽ അദ്ദേഹത്തോട് ചോദിച്ചു, പരിശുദ്ധ ഖുർആനിൽ ധാരാളം ആയത്തുകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയുന്ന ആയത്തുകൾ ഉണ്ടല്ലോ, അതുപോലെ നിരവധി ഹദീസുകളും ഉണ്ടല്ലോ. ഈ ആയത്തും ഹദീസും മാത്രം ക്രോഡീകരിച്ചുകൊണ്ട് ഒരു മൗലിദ് നമുക്കുണ്ടാക്കി. തുടങ്ങിയ സൂറത്തുകൾ മുഴുവനും റസൂലുള്ളാഹിന്റെ മൗലിദുകളാണ്, റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുന്ന സൂറത്തുകളാണ്. ഇൻഷാ അല്ലാഹ് സമയം കിട്ടിയെങ്കിൽ അല്പസമയത്തിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചത്. അപ്പോ ഖുർആനിലുടനീളം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് പറയുന്ന, പ്രശംസിക്കുന്ന, പ്രകീർത്തിക്കുന്ന നിരവധി ആയത്തുകളുണ്ട്. ഈ ആയത്തുകൾ ക്രോഡീകരിച്ചുകൊണ്ട് അതുപോലെയുള്ള ഹദീസുകളും സഹീഹായ ഹദീസുകൾ ക്രോഡീകരിച്ച് അതുപോലെ മനുഷ്യൻ ചെയ്യാതെ അവന്റെ വിജയം എന്താ? നിങ്ങൾ ചിന്തിക്കണം. സ്റ്റേജുകൾക്ക് കേൾക്കണ്ടല്ലോ അല്ലേ? പുറത്തോട്ട് ബേക്കറോട്ട് കേൾക്കല്ലേ? ഞങ്ങൾ കുഴപ്പമുണ്ടാക്കുന്നുണ്ടോ, ഞങ്ങൾ ആക്ഷേപിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ ഞാൻ പറയുന്നു. ഈ ചോദ്യം ചോദിച്ചതിന് ഞാൻ പറഞ്ഞല്ലോ, സെൽസബീല് എന്താണ് അത് പഠിക്കാതെ തന്നെ കേട്ടിരിക്കുന്നത്? 4-ാം പുസ്തകം 4-ാം ലക്കത്തിന്റെ 44-ാമത്തെ പേജിൽ മറുപടി കൊടുക്കുന്നു. പ്രസ്തുത മൗലൂദിൽ ശിർക്കിന്റെ പദങ്ങൾ ഒന്നുമില്ലെങ്കിലും മുഹമ്മദ് നബിയുടെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്നതാകയാൽ അത് ചെയ്യുന്നവൻ മുഴുവനും കാഫിറാകും. മാന്യ സഹോദരങ്ങളെ, ഇത് തെറ്റാണെന്ന് ഞങ്ങൾ പറയേണ്ടതില്ലേ? നിഷ്പക്ഷമായി നിങ്ങൾ ചിന്തിക്കും. ഇത് തെറ്റാണെന്ന് ജനങ്ങൾക്ക് ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതില്ലേ? ഇതാണ് ഞങ്ങൾ അവിശ്വസത്തോട് മാറ്റി ചെയ്യുന്നത്. നിങ്ങൾ ആരും കാഫിറാക്കാൻ, മുസ്ലിക്കാക്കാൻ പോകുന്നില്ല. പക്ഷേ അല്ലാഹുവിന്റെ ഹബീബിന്റെ മദ്ഹ് പറഞ്ഞാൽ അത് ഖുർആൻ തന്നെ ആയാലും ശരി, ഇസ്ലാം മതത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകും എന്ന് പറഞ്ഞാൽ അത് തെറ്റാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. മറ്റൊന്നുകൂടി ഞാൻ പറയട്ടെ. ഒരു ദിവസം കോഴിക്കോട്ട് വന്നു എറണാകുളത്തുള്ള കുറച്ച്
അഡ്വക്കറ്റുമാരുണ്ട്, മറ്റ് വ്യക്തികളുണ്ട്, കോഴിക്കോട്ടുള്ള വ്യക്തികളുണ്ട്, മലപ്പുറത്തുള്ള 1-2 വ്യക്തികളുണ്ട്. ഏകദേശം 15ഓളം വ്യക്തികൾ കോഴിക്കോട്ട് കാലിക്കറ്റ് ടവറിൽ 512ാമത്തെ റൂമിൽ വന്നു. എന്നോട് പറഞ്ഞു, ഉസ്താദെ, ഇവിടെ എല്ലാവരും യോജിച്ച് നടക്കണം, അതുകൊണ്ട് നമുക്കൊരു ഐക്യ വേദി ഉണ്ടാക്കണം. ഞാൻ പറഞ്ഞു, ഒരൊറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ. ഇന്ന് കേരളത്തിൽ മുജാഹിദുകളുടെ, ഞാൻ കക്ഷിയെ എതിർക്കല്ല, എന്നാലും പേര് പറയാതിരുന്നാൽ മനസ്സിലാവില്ലല്ലോ, മുജാഹിദുകളുടെ ഏറ്റവും വലിയ പ്രാസംഗികൻ ആയി ഇന്ന് അറിയപ്പെടുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ ഒരു കാസറ്റ് 10,000 അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് കേരളത്തിലും ഗൾഫ് നാടുകളിലും സൗജന്യമായി വിതരണം ചെയ്യുന്നുണ്ട്. ആ കാസറ്റിൽ പറഞ്ഞ ഒരുപാട് വാക്കുകളിൽ ഒന്ന്, സൗദി അറേബ്യയിൽ കേരളത്തിലെ മുജാഹിദുകൾക്ക് ഭരണം കിട്ടുകയായിരുന്നു എങ്കിൽ ആദ്യമായി ഞങ്ങൾ ചെയ്യുന്ന ജോലി ആ മദീനത്ത് കാണുന്ന പച്ചക്കുപ്പ തച്ചൊടക്കലായിരിക്കും. ഇവിടെ ഉണ്ട്, ഇപ്പൊ ഞാൻ ഹാജരാക്കി നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഞാൻ പറഞ്ഞപ്പോൾ എറണാകുളത്ത് നിന്ന് തന്നെ വന്ന ഒരു വ്യക്തി പറഞ്ഞു, അതുമല്ല യഹൂദിയോ മറ്റോ പറഞ്ഞതായിരിക്കും എന്ന്. ഞാൻ പറഞ്ഞു, യഹൂദിയാണോ എന്ന് എനിക്കറിയില്ല, പിന്നെ മൗലവിയാണ്, ആ മൗലവിന്റെ കാസറ്റിലാണ് പറഞ്ഞിട്ട് ഞാനങ്ങ് കേൾപ്പിച്ചു കൊടുത്തു. ഇവരുമായി ഞങ്ങൾ എങ്ങനെയാണ് ഐക്യമുണ്ടാക്കുക? ഞങ്ങളാണോ ഐക്യത്തിന് വിരോധി, അതല്ലെങ്കിൽ ഇത് പറയുന്നവരാണോ ഐക്യത്തിന് വിരോധി എന്ന് ഞാൻ ചോദിച്ചതോടുകൂടി ഇത് പറയുന്നവരോട് എതിർക്കുക തന്നെ വേണമെന്ന് ഈ വന്ന മുഴുവൻ ആളുകളും പറഞ്ഞു. അതിൽ മുസ്ലിം ഐക്യവേദി ഉണ്ടാക്കാൻ അന്ന് പ്രവർത്തിച്ചിരുന്നതിന്റെ ജനറൽ സെക്രട്ടറി എറണാകുളത്തിലാണ്. അദ്ദേഹം ഉണ്ടായിരുന്നു എന്റെ കൂടെ. ഞാൻ പറയുന്നു, മദീന മുഴുവനെതിരെ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ശരീഫിന്റെ മുകളിൽ എടുക്കപ്പെട്ട കുബ്ബ, ആ പച്ച നിറത്തിലുള്ള കുബ്ബ തച്ചൊടുക്കലാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ജോലി. ഞങ്ങൾക്ക് സൗദിയിൽ ഭരണം കിട്ടിയാൽ എന്ന് പറയുന്നതെങ്കിൽ ഇത് മനുഷ്യന് പറയാൻ പറ്റിയതോ വിശ്വസിക്കാൻ പറ്റിയതോ ആണോ അല്ലേ എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കൂ. എത്ര ലക്ഷം ആലിമ്യങ്ങളാണ് അത് കാണുന്നത്? എത്ര കൊല്ലമായി അത് സ്ഥാപിച്ചിട്ട്? ഈ ലോകത്തുള്ള ഒറ്റ ആലിമും അത് തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. ഇന്ന് വരെ സൗദി അറേബ്യ പറഞ്ഞിട്ടില്ല. അതുപോലെ മിസ്രിലെ ഉലമാവ് പറഞ്ഞിട്ടില്ല, ഷാമിലെ ഉലമാവ് പറഞ്ഞിട്ടില്ല, ബഗ്ദാദിലെ ഉലമാവ് പറഞ്ഞിട്ടില്ല, മൊറോക്കോയിലെ ഉലമാവ് പറഞ്ഞിട്ടില്ല, പാകിസ്ഥാനിലെ ഉലമാവ് പറഞ്ഞിട്ടില്ല, ഇന്ത്യയിലെ ഉലമാവ് പറഞ്ഞിട്ടില്ല. ലോകത്തെവിടെയുമുള്ള ആലിമ്യങ്ങൾ പറയാത്ത ഒരു കാര്യം മുഹമ്മദ് നബിയുടെ ഖബറിന്റെ മുകളിലുള്ള കുബ്ബ അച്ചടക്കലാണ്. ഞങ്ങൾക്ക് ഭരണം കിട്ടിയ കാത്തുന്നോട് സൗദി ഭരണം വെക്കാൻ. സഹോദരന്മാരെ, എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നോട് ഇവർക്ക് ഇത്ര അധികം എതിർപ്പ്? ഈമാനില്ലാത്തത് കൊണ്ട് തന്നെ കപട വിശ്വാസം ഹൃദയത്തിലുള്ളത് കൊണ്ട് തന്നെ. അത് ഞാനൊരു തെളിവ് പറയാം. സൂറത്തുൽ മുനാഫിഖൂൻ, സൂറത്തുൽ മുനാഫിഖീൻ വെള്ളിയാഴ്ച നിങ്ങൾ ജുമുഅത്തിൽ കേൾക്കുന്ന ഒരു സൂറയാണ്. മുനാഫിക്കുകളെ സംബന്ധിച്ച് പറയുന്ന സൂറ.
പറയുന്നു ഇദാ ജാഅകൽ മുനാഫിഖൂന ഖാലൂ നശ്ഹദു ഇന്നക ലറസൂലുള്ളാഹി വല്ലാഹു യഅലമു ഇന്നക ലറസൂലുഹു വല്ലാഹു യശ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ. ഇദാ ജാഅകൽ മുനാഫിഖൂന കപടവിശ്വാസികൾ തങ്ങളെടുക്കൽ വന്നാൽ ഖാലൂ അവർ പറയും നശ്ഹദു ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു ഇന്നക ലറസൂലുള്ളാഹി തീർച്ചയായും തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു എന്ന് കപടവിശ്വാസികൾ പറയും. അല്ലാഹു പറയുന്നു അല്ലാഹു യശ്ഹദു, എന്നാൽ അല്ലാഹു സാക്ഷ്യം വഹിക്കുന്നു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ, ആ മുനാഫിഖുകൾ കളവാണ് പറയുന്നത്. അപ്പൊ നമ്മൾ കുടിക്കല്ലോ എങ്ങനെ അമ്മ പറഞ്ഞതല്ലാതെ നമുക്ക് സ്വീകരിക്കാതിരിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല. പക്ഷെ ഒരാളെ മുമ്പ് തെളിച്ചു കൊടുക്കണ്ടേ? ഇവർ പറയുന്നത് കളവാണ്. വളരെ വിനയത്തോടുകൂടി വന്നു ഓ മുഹമ്മദ് നബിയേ ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ് തങ്ങളെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു കേട്ടോ എന്ന് കപടവിശ്വാസം പറയുമ്പോൾ ഇത് കാപട്യമാണെന്ന് പറഞ്ഞാൽ അത് തെളിച്ചു കൊടുക്കണ്ടേ? വേണം. അതിൽ അല്ലാഹു തന്നെ തുടർന്നുള്ള ആയത്തിൽ പഠിപ്പിക്കുന്നു وَإِذَا قِيلَ لَهُمْ تَعَالَوْا يَسْتَغْفِرْ لَكُمْ رَسُولُ اللَّهِ لَوَّوْا رُءُوسَهُمْ وَرَأَيْتَهُمْ يَصُدُّونَ وَهُمْ مُسْتَكْبِرُونَ. കപടവിശ്വാസികളാണ് അവർ എന്ന് പറഞ്ഞതിന് തെളിവ് വൈദാ ഖീല ലഹും അവരോട് പറയപ്പെട്ടാൽ തഅലൗ നിങ്ങൾ വരുവീൻ യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹി നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂല് പൊറുക്കലിനെ തേടാൻ, അഥവാ നിങ്ങൾ ദോഷം ചെയ്ത് നിങ്ങൾ പാപം ചെയ്ത് കുറ്റം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് പുറത്തു കിട്ടുന്നതിന് നിങ്ങൾ ആദ്യമായി റസൂലുള്ളാഹിനോട് പറയുകയും റസൂലുള്ളാഹിനെ കൊണ്ട് പൊറുക്കൽ തേടിക്കുകയും വേണം. എന്നിട്ട് നിങ്ങളും പൊറുക്കലിനെ തേടണം. എന്നാൽ മാത്രമേ അല്ലാഹു പൊറുക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളൊന്ന് വരൂ, നമ്മൾ റസൂലുള്ളാഹിനെ കൊണ്ട് പൊറുക്കലിനെ തേടുക എന്ന് പറയപ്പെട്ടാൽ എന്താ ലവ്വൗറൂസഹും അവരുടെ തലകൾ അവർ തിരിച്ചു കളയും. ഞങ്ങൾക്ക് അല്ലാഹുവിനോട് പറഞ്ഞാൽ മതി, ഞങ്ങൾക്ക് വേറെ ഒരാൾ വേണ്ട, മുഹമ്മദ് നബിയെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കരിച്ച് കിബിർ കാണിച്ച് അവർ തലതിരിച്ചു പോകുന്നത് കാണാം. അതാണ് അവർ കപടവിശ്വാസികളാണെന്ന് പറഞ്ഞതിന്റെ തെളിവെന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ ആ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകണം. ആ കൂട്ടത്തിൽ ഒരിക്കലും പെട്ടുപോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള പ്രിയം എന്താണ്? അത് നബി തങ്ങൾ പറഞ്ഞതനുസരിച്ച് നടക്കലാണ്. നബി തങ്ങൾ കൽപ്പിച്ചത് മുഴുവനും ചെയ്യൽ മാത്രമാണ് എന്ന് ചിലർ പ്രസംഗിക്കാറില്ലേ? ഇങ്ങോട്ട് നോക്കല്ലാതെ ഇങ്ങോട്ട് നോക്കണം, അങ്ങോട്ടായിരുന്നു. നബി തങ്ങൾ പ്രവർത്തിച്ചതും പറഞ്ഞതനുസരിച്ച് പ്രവർത്തിക്കലും അനുസരിക്കൽ മാത്രമാണ് നബിയോടുള്ള ഹുബ്ബ്. നേരെ മറിച്ച് നബിന്റെ മത് ഇങ്ങനെ പറയലല്ല എന്ന് ചില വിവരമില്ലാത്തവർ പറയാറുണ്ട്. ഞാൻ ചോദിക്കുന്നു, ഇവിടെ എറണാകുളം പോലീസ് സ്റ്റേഷനിൽ ഒരാളെ പിടിച്ചു കൊണ്ടുപോയി, എന്നിട്ട് ഈയൊരാളെന്ന് നിൽക്കുന്നു പറയുമ്പോൾ നിൽക്കുന്നു, ഓടുന്നു പറയുമ്പോൾ ഓടുന്നു, മടക്കി വരും പറയുമ്പോൾ മടക്കി വരുന്നു, ഇടയ്ക്ക് തലക്ക് മുട്ടുകൊടുക്കുന്നു. ഇപ്പോ ഈ പോലീസുകാരൻ പറഞ്ഞത് മുഴുവനും അനുസരിച്ചില്ല ഇയാള്. വലിയ സ്നേഹല്ലേ? അപ്പോ വലിയ സ്നേഹല്ലേ ഉണ്ടാകുക? എവിടെ സഹോദര? അപ്പൊ അനുസരിച്ചത് കൊണ്ട് സ്നേഹമുണ്ട് എന്ന് വരില്ല. മറിച്ചു സ്നേഹമുണ്ടെങ്കിൽ അനുസരിക്കും. അങ്ങനെ
പരിശുദ്ധ ഖുർആൻ പറയുന്നത് കേട്ടോ, വല്ലദീന ആമനൂ ബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിച്ചവർ. ഒന്ന് വിശ്വാസം. രണ്ടാമത്തത് വഅസ്സറൂഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തവർ. ഇത് രണ്ടാമത്തതാണ്. വനസറൂഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അവിടുത്തെ ദീനിനെയും സഹായിക്കുകയും ചെയ്തവർ. ഇത് മൂന്നാമത്തത്. വത്തബഉൻ നൂറല്ലദീ ഉൻസില മഅഹു, നബി തങ്ങൾ കൊണ്ടുവന്ന കാര്യങ്ങളോട് അനുഗമിക്കുകയും ചെയ്തവർ. ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ വിജയികളാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ നബിതങ്ങൾ കൊണ്ടുവന്നത് അനുസരിക്കൽ വേറെയാണ്, നബിതങ്ങളോടുള്ള പ്രിയം വേറെയാണ്, നബിതങ്ങളെ കൊണ്ട് വിശ്വസിക്കൽ വേറെയാണ്, നബിതങ്ങളെ സഹായിക്കൽ വേറെയാണ്. ഈ 4 കാര്യം വേണം. അപ്പോൾ മാത്രമേ ഒരു മനുഷ്യന് വിജയിയാവൂ. അപ്പൊ നബിതങ്ങൾ കൊണ്ടുവന്നത് അനുസരിക്കണം, അവിടുത്തെ മധു പറയണം, അവിടുത്തെ ആഗമനത്തിന്റെ പേരിൽ സന്തോഷിക്കണം. ഇതാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. എന്റെ ആത്മമിത്രങ്ങൾ ചിന്തിക്കുക, ഒരു മനുഷ്യൻ ജീവിതത്തിൽ സന്തോഷമുള്ള പല സമയങ്ങളുമുണ്ടാകും. രോഗിയായ മനുഷ്യൻ രോഗം മാറിയാൽ സന്തോഷമുണ്ടാകും, വിവാഹം കഴിക്കുമ്പോൾ സന്തോഷമുണ്ടാകും, സന്താനങ്ങൾ ഉണ്ടാകുമ്പോൾ സന്തോഷമുണ്ടാകും, ഒരു പുതിയ വീട് നിർമ്മിച്ചാൽ സന്തോഷമുണ്ടാകും, ഒരാൾ കള്ളക്കേസ് കൊടുത്തു ആ കേസിൽ നിന്ന് ജയിച്ചാൽ സന്തോഷമുണ്ടാകും. അങ്ങനെ മനുഷ്യന് സന്തോഷമുള്ള ഒരുപാട് സമയമുണ്ട്. എന്നാൽ ഇതിലൊന്നും സന്തോഷപ്രകടനം നടത്തണമെന്ന് ഖുർആൻ കൽപ്പിച്ചിട്ടില്ല. ഖുർആൻ കൽപ്പിച്ച രണ്ട് കാര്യം സന്തോഷപ്രകടനം നടത്താൻ ഖുർആൻ പഠിപ്പിച്ച രണ്ട് കാര്യം. ഒന്ന് വിശുദ്ധ ഖുർആൻ അവതരിച്ചത്, 2 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനം. നിങ്ങൾക്ക് സൂറത്ത് യൂനുസ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹന്നാസ് ഖദ് ജാഅത്കും മൗഇദത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ വഹുദൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി فبذلك فليفرحوا هو خير مما يجمعون. നീ മൗലൂദ് കഴിക്കാൻ തെളിവുണ്ടോ, റസൂൽ കൊണ്ടുവന്ന് ചേർത്താൻ തെളിവുണ്ടോ എന്ന് ചോദിച്ചു നടക്കേണ്ട തെളിവ് ഉണ്ട്. 1000 തെളിവിന്റെ കൂട്ടത്തിൽ ഓരോന്ന് മാത്രമേ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഖുർആൻ പറയുന്നത് നോക്കൂ, യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ഖദ് ജാഅത്കും മൗഇദത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ, നിങ്ങളോട് ഉപദേശം ചെയ്ത് നിങ്ങളുടെ ഹൃദയത്തിന്റെ മാലിന്യങ്ങളെ നീക്കിത്തരുന്ന, നിങ്ങൾക്ക് ഹിദായത്ത് തരുന്ന പരിശുദ്ധ ഖുർആൻ നിങ്ങളിലേക്ക് അവതരിച്ചിട്ടുണ്ട്. ഒന്ന് ഖുർആൻ. രണ്ടാമത്തത് വഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, ആ ഖുർആൻ നിങ്ങൾക്ക് ഓതി കേൾപ്പിച്ച് നിങ്ങളെ ഹിദായത്തിലേക്ക് കൊണ്ടുവരുന്ന ഐനുൽ ഹുദയായ ഐനുർ റഹ്മത്തായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു. മനസ്സിലായോ? ഒന്ന് ഖുർആൻ, 2 മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഈ 2 കാര്യം നിങ്ങൾക്ക് അല്ലാഹു തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതിന്റെ ശേഷം അല്ലാഹു പറയുന്നു, ഖുൽ,
അയേ മഹബൂബ് ആ ഫർമായിയേ, അല്ലയോ മഹബൂബായ നബിയേ, അവിടുന്ന് പറഞ്ഞു കൊടുക്കുക, ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി, ഇത് അല്ലാഹുവിന്റെ ഫദ്ൽ കൊണ്ടും അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടും നിങ്ങൾക്ക് കിട്ടിയതാണ് എന്ന് പറഞ്ഞതിന് ശേഷം പരിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു, ഫബിദാലിക ഫൽയഫ്റഹൂ. പരിശുദ്ധ ഖുർആൻ അവതരിച്ചതിന്റെ പേരിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ വന്നതിന്റെ പേരിലും മുഅ്മിനീങ്ങൾ സന്തോഷ പ്രകടനം നടത്തൽ നിർബന്ധമാണ്. സന്തോഷ പ്രകടനം നടത്തൽ നിർബന്ധമാണ് ഖുർആൻ കൽപ്പിക്കുന്നു. വേറെ ഒന്നിനും അല്ലാഹു തആല നമ്മളോട് സന്തോഷിക്കാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങൾ റമളാൻ മാസം വരുമ്പോൾ ഖുർആൻ ഇറങ്ങിയ മാസമായതുകൊണ്ട് സന്തോഷിക്കുകയും ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുകയും ചെയ്യും. وقال رسول الله صلى الله عليه وسلم أجود الناس وأجود ما يكون في رمضان حينما يلقاه جبريل وكان يدارسه القرآن. റമളാൻ മാസം വന്നാൽ ലോകത്ത് ഏറ്റവും വലിയ നിർമ്മിതരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പോലെ ധർമ്മം ചെയ്യുന്ന ഒരാൾ ഈ ലോകത്തുണ്ടായിട്ടില്ല. അങ്ങനെ ഏറ്റവും വലിയ ധർമ്മിഷ്ഠരായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമളാൻ മാസം വന്നാൽ കൂടുതൽ ധർമ്മം ചെയ്യും. കൂടുതൽ ധർമ്മം എപ്പോഴാണ്? അതിലും കൂടുതൽ ഖുർആനിനെ ജിബ്രീൽ അലൈഹിസ്സലാമുമായി മുദാറസത്ത് ചെയ്യുമ്പോൾ. റമളാൻ മാസം വന്നാൽ ജിബ്രീൽ വരും, എന്നിട്ട് ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഓതിക്കേൽപ്പിക്കും. അല്ലാഹുവിന്റെ റസൂൽ കേട്ടിരിക്കും. പിന്നീട് റസൂലുള്ള ഖുർആൻ ഓതും, ജിബ്രീൽ അലൈഹിസ്സലാം അങ്ങനെ കേട്ടിരിക്കും. അങ്ങനെ റമളാൻ മാസം വരുമ്പോൾ ഖുർആൻ അധികമായി ഓതുന്നു. തറാവീഹ് നിസ്കാരം 20 റക്അത്ത് തറാവീഹ്, സ്പെഷ്യൽ നിസ്കാരം, ഖുർആൻ ധാരാളം ഓതാൻ വേണ്ടി ഖത്മുൽ ഖുർആൻ ചെയ്യുന്നു. ഇപ്പോ ഹാഫിളുകൾ ധാരാളം വന്നു. പണ്ട് നമ്മുടെ കേരളത്തിൽ ഹാഫിളുകൾ കുറവായിരുന്നു. അപ്പോ ചെറിയ സൂറത്ത് നോക്കിയിട്ടു. ഇപ്പൊ അൽഹംദുലില്ലാഹ് മർക്കസ് സഖാഫത്തുൽ സുന്നിയയിൽ നിന്ന് തന്നെ ഏകദേശം 1000 ഖുർആൻ ഹിഫ്ളാക്കിയ ആളുകൾ ഈ കാലത്തിന്റെ അടുത്ത് പുറത്തിറങ്ങി. വേറെയും ധാരാളം സ്ഥാപനങ്ങളിൽ ഖുർആൻ ഹിഫ്ളാക്കുന്ന ഉത്സാഹം ജനങ്ങൾക്ക് തുടങ്ങി. അങ്ങനെ ഖുർആനതാ റമളാൻ മാസം വരുമ്പോ എല്ലാവരും ധാരാളമായി ഓതുന്നു, ഖുർആന്റെ അവതരണത്തിൽ സന്തോഷിക്കുന്നു. റബീഉൽ അവ്വൽ മാസം വരുമ്പോഴോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷം പ്രകടിപ്പിക്കും. എവിടെ? എല്ലാം. ഞാൻ ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് റബീഉൽ അവ്വൽ 12-ാം രാവ് സാധുവായ ഞാൻ മദീനയിലായിരുന്നു. സുബ്ഹാനല്ലാഹ്, മദീനത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്തു നിന്ന് കണ്ണുകൊണ്ട് നോക്കിയാൽ കാണുന്ന അകലെ ഔഖാഫിന്റെ ബിൽഡിങ്ങിന്റെ 6ാമത്തെ നിലയിൽ മൗലിദ് പാരായണം. ഇശാ മുതൽ രാത്രി 1 മണി വരെ മൗലിദ്. പിന്നെ സുബഹിനിസ്കരിച്ചിട്ട് രാവിലെ 9 മണി വരെ വീണ്ടും മൗലിദ്. മദീനത്ത് വെച്ചിട്ട് എത്ര ആളുകൾ സൗദി അറേബ്യയുടെ പല ഭാഗത്തു നിന്നും വലിയ വലിയ ആലിമീങ്ങളും
വലിയ പണക്കാരും വന്ന് മൗലിദ് പാരായണം ചെയ്യുന്നു. എല്ലാ ആളുകളും മൗലിദിൽ പങ്കെടുക്കുന്നു. മൗലിദ് കുറെ മൊല്ലാക്കന്മാർക്കുള്ളതൊന്നല്ല. മൗലിദ് ഏതെങ്കിലും സാധാരണക്കാർക്കുള്ളതല്ല. അത് ആലിമീങ്ങളും അബ്ദുൽസമീദിനും നേതാക്കളും മുഴുവനും ഞാൻ ആലോചിച്ചു പോയി. മദീനത്തെ മൗലൂദിൽ വലിയ വലിയ പണക്കാർ, സൗദി അറേബ്യ മുഴുവനും കൊള്ളാൻ കഴിവുള്ള പണക്കാർ, അവർ വന്നിട്ട് മൗലൂദ് ഓതിയിരിക്കുക. വലിയ ആലിമീങ്ങൾ 4, 5, 6 മണിക്കൂർ മൗലൂദ് ഓതിയിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ തടുത്തു പോയ ആയിരങ്ങൾക്ക് ഭക്ഷണം വിതരണം ചെയ്യുകയാണ്. അങ്ങനെ ചിലർക്കൊരു സംശയമുണ്ട്. മൗലൂദിന്റെ കിതാബിലൊക്കെ മുത്തഅ്മീനും ഈ ഭക്ഷണം കൊടുത്തവർക്കും മൗലൂദിന്റെ ചില മൗലൂദിന്റെ പ്രധാനം. അപ്പോ ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നാട്ടിൽ ഒരു പദ്ധതിയാണ് ഈ മൗലൂദ് എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. മക്കളെ അല്ല കേട്ടോ. സഹീഹുൽ ബുഖാരി നോക്ക്, ബാബു മനാഖിബി ഖദീജത്തുൽ കുബ്ര. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ മനാഖിബ് പറയുന്ന ഒരു അധ്യായം സഹീഹുൽ ബുഖാരിയിൽ കാണാം. എന്താണ്? ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, മാ ഗിർതു ലി അഹദിൻ മിൻ നിസാഇൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഗിർതു ലി ഖദീജത്തുൽ കുബ്രാ لأنه صلى الله عليه وسلم كثيرا ما يمدحها وربما يذبح شاة ويقسم لحمها. മൗലൂദികളിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റ് ഭാര്യമാരോടുള്ള സ്നേഹത്തെക്കാൾ കൂടുതൽ എനിക്ക് ഖദീജ ബീവിയോട് സ്നേഹമായിരുന്നു. ആ ഖദീജ ബീവിയെ പോലെ ആകണമെന്ന് എനിക്ക് വല്ലാത്ത ആഗ്രഹമായിരുന്നു. എന്താ കാരണം? ഖദീജ ബീവിന്റെ മദ്ഹ് മരിച്ചുപോയതിന്റെ ശേഷം ഖദീജ ബീവിന്റെ മൗലൂദ് അല്ലാഹുവിന്റെ റസൂൽ ചെയ്യാറുണ്ടായിരുന്നു. ഖദീജ ബീവിയുടെ മദ്ഹ് റസൂലുള്ള പറയാറുണ്ടായിരുന്നു. ഖദീജ ബീവിന്റെ മദ്ഹ് മൗലൂദിന്റെ റസൂലുള്ള പാരായണം ചെയ്യാറുണ്ടായിരുന്നു. മാത്രമല്ല ചിലപ്പോൾ ആടിനെ അറുക്കുകയും ഈ ആട്ടിന്റെ മാംസം റസൂലുള്ള സദഖ ചെയ്യുകയുണ്ടായിരുന്നു. ഖദീജ ബീവിയുടെ പേരിൽ എന്ന് സഹീഹുൽ ബുഖാരിയിൽ കാണാം. ഞങ്ങൾ ശാപ്പാട്ടരാമന്മാരായിട്ടുണ്ടാക്കുന്നതല്ല, ഞങ്ങൾ ഇവിടെ ഭക്ഷണത്തിനുണ്ടാക്കുന്നതല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറയൽ അതൊരു പുണ്യകർമ്മമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സദഖ ചെയ്യലും അതും പുണ്യകർമ്മമാണ് എന്ന നിലക്ക് കഴിവുള്ളവർ ചെയ്യുന്നതാണ്. സഹോദരന്മാരെ, ഇടയ്ക്ക് ഒരു കാര്യം പറയട്ടെ. മഹാന്മാരായ ആലിമീങ്ങൾ സ്വാലിഹീങ്ങൾ പറഞ്ഞതായി കാണാം. അവരുടെ കയ്യിലുള്ള എല്ലാം റസൂലുള്ളാഹിന്റെ മൗലിദിന് വേണ്ടി സദഖ ചെയ്തതിന്റെ ശേഷം മഹാന്മാരായ പല ആലിമീങ്ങളും പറഞ്ഞു, ആകാശഭൂമിയുടെ ഇടയിലുള്ള എല്ലാ സ്ഥലവും നിറച്ച് എന്റെ കയ്യിലുണ്ടായിരുന്നാൽ പോലും
അത് മുഴുവനും റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാൻ വേണ്ടി ഞാൻ ചെലവഴിക്കുമായിരുന്നു എന്ന് പറഞ്ഞ മഹാന്മാരായ ആലിഹീങ്ങളെ നമുക്ക് കാണാം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ എല്ലാവരും പരമാവധി ഇരുന്നത് വരെ ഇരിക്കുകയും അതുപോലെ ബഹുമാനപ്പെട്ട താജുല്ല തന്നെ ഇരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വേദനയാകുന്നു. എന്താണ്? കണ്ണിന് ഓപ്പറേഷൻ ചെയ്തിട്ട് 4 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. തല അനക്കാൻ പാടില്ല, ഉറക്കൊഴിയാൻ പാടില്ല, അനങ്ങാൻ പാടില്ല എന്ന ഡോക്ടർമാർ വേണ്ട. കണ്ണ് മനുഷ്യന്റെ പ്രധാനപ്പെട്ട ഒരു അവയവമല്ലേ. അല്ലാഹു തആല ശിഫാക്കി കൊടുക്കട്ടെ, അല്ലാഹു ദീർഘായുസ്സ് നൽകട്ടെ. നമുക്കെല്ലാവർക്കും അഭയമായി ബഹുമാനപ്പെട്ട തങ്ങളവർക്ക് അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. നമുക്കെല്ലാവർക്കും അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചതിന് വലിയ ഭീമമായ തുക ചെലവായിട്ടുണ്ട്. അത് കടമെടുത്ത് ചെലവഴിച്ചതാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും സമീപിക്കുമ്പോൾ വഴവ് കേൾക്കുന്നത് മുടങ്ങാതെ നിങ്ങളുടെ മുമ്പിൽ ബക്കറ്റുമായി വരുമ്പോൾ അറിയിച്ചു കൊടുത്താൽ എല്ലാവരും കൈയെടുത്ത് ഇങ്ങനെ കയ്യിൽ വെച്ച് വെച്ചോളാം. അവിടെ നിൽക്കാത്ത വെച്ചത് വേഗത്തിന് പെട്ടെന്ന് പോകണം. അതുകൊണ്ട് നിങ്ങളെ സമീപിക്കുന്നെന്ന് ഓർമ്മ. തങ്ങളുടെ ചരിത്രം പറയുന്നത്, മദ്ഹ് പറയുന്നത് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും അനിവാര്യമാണ്. എന്താണ് അതിന് കാരണം? ഇന്ന് നാം കേൾക്കുന്നു ലോകത്തെങ്ങും ടെററിസത്തിന്റെ ശബ്ദം, ഭീകരതയുടെ തീവ്രതയുടെ ശബ്ദം നാം ലോകത്തെങ്ങും കേൾക്കുകയാണ്. നാം വായിക്കുന്നു അഫ്ഗാനിന്റെയും ഇറാഖിന്റെയും എന്നല്ല, നമ്മുടെ ഇന്ത്യൻ പാർലമെന്റിന്റെ അകത്ത് പോലും ഭീകരതയുടെ രക്തം ഒഴുകിയതായി നാം വായിക്കുന്നു. രാഷ്ട്രീയ കൊലകളും മറ്റു മതത്തിന്റെ പേരിലുള്ള കൊലകളും മറ്റെന്തൊക്കെയോ പേരിൽ നടക്കുന്ന കൊലകളും വായിച്ച് നമ്മൾ ഞെട്ടിപ്പോവുകയാണ്. ഈ കാലഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത് മുസ്ലിമീങ്ങൾ മാത്രമല്ല, എല്ലാ മതത്തിലും മതമില്ലാത്തവരും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം പഠിക്കണം. ഒന്ന് നോക്ക് നിങ്ങൾ, ഞാൻ ചോദിക്കുന്നു, വർഗീയതക്കെതിരായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച 100-ലധികം ഹദീസുകൾ ഇപ്പോൾ ഇവിടെ വെച്ച് കാണാതെ പോകാൻ എനിക്കറിയാം. വർഗീയതക്കെതിരായി ليس منا من قام بالعصبية. വർഗീയത കൊണ്ട് പ്രവർത്തിച്ചവരും വർഗീയതയ്ക്ക് വേണ്ടി നിലകൊണ്ടവരും നമ്മളിൽപ്പെട്ടവരല്ലെന്ന് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഇതല്ലേ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്? ഇസ്ലാം ലോകത്ത് പ്രചരിച്ചത്, ഇസ്ലാം ലോകത്ത് വളർന്നത് വാളും കുന്തവും ഉപയോഗിച്ചല്ല, ബോംബുകൾ പൊട്ടിച്ചല്ല, ഭീകരത കൊണ്ടും തീവ്രത കൊണ്ടും അല്ല. മറിച്ച് ഖുർആൻ പറയുന്നു, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫളൻ വലിയൽ ഖൽബി ലംഫളൂ മിൻ ഹൗലിക. പരിശുദ്ധ ഖുർആൻ പറയുന്നത് കേട്ടോ, ഫബിമാ റഹ്മത്തിൻ
മിനല്ലാഹി ലിൻതലഹും. ഓ ഹബീബായ മുഹമ്മദ് നബിയെ, തങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ജനങ്ങളോട് വളരെ വിനയത്തിലാണ് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയ വിനയമുള്ള ആളായിട്ടാണ് തങ്ങൾ ജീവിക്കുന്നത്. ولو كنت فظا غليظ القلب لانفضوا من حولك. തങ്ങളെങ്ങാനും ഭീകരനോ തീവ്രവാദിയോ പരിപരുത്ത സ്വഭാവക്കാരനോ കടുത്ത ഹൃദയക്കാരനോ മനുഷ്യത്വത്തിന് വില കൽപ്പിക്കാത്തവരോ ആയിരുന്നു എങ്കിൽ തങ്ങൾ പിന്നാലെ ഒറ്റക്കുട്ടിയെയും കിട്ടുമായിരുന്നില്ല. ആളുകളൊക്കെ തങ്ങളിൽ നിന്ന് വിട്ടുപോകുമായിരുന്നു. മറിച്ച് തങ്ങളുടെ കൃപ കൊണ്ട്, തങ്ങളുടെ സ്നേഹം കൊണ്ട്, തങ്ങളുടെ വാത്സല്യം കൊണ്ട് തന്നെയാണ് കേട്ടോ ഇസ്ലാം ലോകത്ത് പ്രചരിച്ചതെന്ന് ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ചരിത്രം പഠിക്കുമ്പോൾ ഇവിടുത്തെ ഹൈന്ദവർക്കും ക്രൈസ്തവർക്കും ഇവിടുത്തെ മുഴുവൻ ആളുകൾക്കും പാഠമുണ്ട്. എന്റെ പ്രിയപ്പെട്ട പത്രക്കാരോട് ഇടയ്ക്ക് വെച്ച് ഞാൻ സാധാരണമായി പറയട്ടെ, കേരളത്തിലെ വൻകിട പത്രങ്ങളിൽ ചിലത് ഇത്തരം പരിപാടികളെ മൂടിവെക്കാൻ ശ്രമിക്കുകയും അവരിത് കാണാതെ പോവുകയും ചെയ്യുന്നതിൽ നമുക്ക് വേദനയുണ്ട്. അതേ സമയത്ത് ഒരുപാട് പത്രങ്ങൾ, വൻകിടയും ചെറുകിടയുമായ ഒരുപാട് പത്രങ്ങൾ അൽഹംദുലില്ലാഹ് നമ്മുടെ സുന്നി പ്രസ്ഥാനത്തിന്റെയും റസൂലിന്റെയും പരിപാടികൾ പ്രചരിപ്പിക്കുകയും എഴുതുകയും ചെയ്യുന്നതിൽ അതിയായ സന്തോഷവും കൃതജ്ഞതയും ഉണ്ട് എന്ന് കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ഈ മൂടിവെക്കാൻ ശ്രമിക്കുന്നവർ വളരെ കൗരവമായി ചിന്തിച്ചിട്ട് വേണം മനസ്സിലാക്കാൻ. ഈ കാണുന്ന ജനലക്ഷങ്ങൾ നിങ്ങളെ പത്രം വായിക്കുന്നവരാണ്. നിങ്ങൾ ഓർക്കണം, മൂടിവെക്കുന്നവർക്ക് മാത്രമേ അത് ബാധകമാവുകയുള്ളൂ എന്ന് ഞാൻ എന്റെ പ്രിയപ്പെട്ട പത്രക്കാരോട് പറയുന്നു. അല്ലാത്തവർക്കൊന്നും ബാധകമല്ല. ഏതാണെന്ന് നമുക്ക് പിന്നീട് അതോ അവർക്കറിയാൻ അറിഞ്ഞാൽ മതി. അതുകൊണ്ട് നാളെ മുതൽക്കെങ്കിലും നമ്മളെ ഈ പ്രസ്ഥാനം ഇവിടെയുണ്ട്, സുരക്ഷിതമായത്തിന്റെ ശബ്ദം ഇവിടെയുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാവരും മനസ്സിലാക്കണം. ഇപ്പോ ഇവിടെ ഒരു സമ്മേളനം വെച്ച് ഇന്നത്തെ അതിന്റെ അപ്പുറത്ത് ഒരു സമ്മേളനം, റബീഉൽ അവ്വൽ നാളെ ഇല്ലേ, റബീഉൽ അവ്വൽ ഇന്നലെ ഇല്ലേ, റബീഉൽ അവ്വൽ എത്ര ദിവസമുണ്ട്? എന്തിനാണ് അപ്പോ ഇവിടെ ആര് കൂടാനാന്ന് വെച്ചിട്ടാ? അൽഹംദുലില്ലാഹ് വലിയ ഭാഗ്യമായി അവരിൽ അങ്ങനെ ഒന്ന് വെച്ചത് കൊണ്ട് ഇവിടെ കൂടിയത് മുഴുവനും സുന്നത്ത് ജമാഅത്തിന്റെ വഹിബീങ്ങളാണ്, താജുൽ ഉലമയുടെ അനുയായികളാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചല്ലോ. എന്താണ് ജനങ്ങളെ നിങ്ങൾക്ക് ഇപ്പോഴും ഉറക്കു തെളിയാത്തത്? നിങ്ങൾക്ക് എന്തുകൊണ്ട് ഉറക്കു തെളിയാത്തത്? ബന്ധമില്ല. ആരും നേരത്തെ വന്നുകൊണ്ടിരുന്നത് അങ്ങനെ ഒരു വേട് ടൈപ്പിംഗ് വെച്ചിട്ട് പത്രത്തിൽ എറണാകുളത്ത് നടത്തുന്ന കോൺഗ്രസുമായി സമത്വക്ക് ബന്ധമില്ല. ആരോ ബന്ധപ്പെട്ടു നമ്മളെ എന്തുകൊണ്ട് ബന്ധമില്ല? ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ ആൾക്കും ഞാൻ അഭിനന്ദിക്കുന്നു, വളരെ സന്തോഷിക്കുന്നു. അൽഹംദുലില്ലാഹ് രാഷ്ട്രീയ നേതാക്കൾ ഒരുപാട് വ്യത്യസ്ത വേദിയിൽ പ്രവർത്തിക്കുന്ന, ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുള്ള മുഴുവൻ ആളുകളും ഇവിടെ ഒരുമിച്ച് കൂടി അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. പിന്നെ വരാൻ കഴിയാത്തവർക്ക് ബഹുമാനപ്പെട്ട തങ്ങൾ കാരണമല്ലോ ഇനിയും വരാനും ചിന്തിക്കാനും തൗഫീഖ് നൽകട്ടെ എന്ന്. ഞങ്ങൾ അതല്ലാതെ ഞങ്ങൾക്ക് വേറെ ചീത്ത പറയുന്ന പണിയില്ലല്ലോ, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങൾ ഭിന്നിപ്പിക്കുന്ന ആളുകളല്ല, ഞങ്ങൾ ഐക്യത്തിന്റെ ആളുകളാണ്. പക്ഷേ സത്യത്തിൽ മാത്രമുള്ള ഐക്യം, സുന്നത്ത് ജമാഅത്തുള്ള ഐക്യം, സുന്നി ഐക്യം, സുന്നി ഐക്യം അതിവിടെ വേണം.
അതിന് എന്ത് വില കൊടുത്തും ഞങ്ങൾ പ്രവർത്തിക്കുകയും ഞങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ ആ കൊടിക്കീഴിൽ ജനങ്ങളെ അണിനിരത്തുകയും ചെയ്യും. അത് എല്ലാവരും സഹകരിക്കുക, എല്ലാവരും കൂടുക, ഞങ്ങൾ അങ്ങോട്ടും കൂടാം. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി മാത്രം, അല്ലാത്തതിൽ ഞങ്ങൾക്ക് നിർവാഹമല്ല. റസൂലുള്ളാഹിന്റെ കുബ്ബ വളർത്തിയറിയണമെന്ന് പറയുന്നവരെ കൂടെ കൂടാൻ ഞങ്ങൾക്ക് നിർവാഹമില്ല. റസൂലുള്ളാഹിന്റെ ബദൽ പറയുന്ന ആളുകൾ അത് തെറ്റിപ്പോയി എന്ന് പറയുന്നവരെ കൂടെ ചെല്ലാൻ ഞങ്ങൾക്ക് വഴിയില്ല. അതുപോലെ ഭീകരവാദം വേണമെന്ന് പറയുന്ന ആളുകളെ കൂടെ ചേരാൻ ഞങ്ങൾക്കൊരിക്കലും സാധ്യമല്ല. ഭീകരത കൊണ്ട് ഇസ്ലാം ഇവിടെ വളർന്നിട്ടില്ല. തങ്ങളുടെ കീഴ്പതികൾ നോക്ക് സഹോദരങ്ങളെ, മനുഷ്യരോട് മാത്രമല്ല ഈ ലോകത്തുള്ള മുഴുവൻ ജീവികൾക്കും റഹ്മത്തല്ലേ ഖുർആൻ പറഞ്ഞത്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അഖില ലോകത്തിനും റഹ്മത്തായിട്ടല്ലാതെ തങ്ങൾ നമ്മൾ അയച്ചിട്ടില്ല എന്നല്ലേ ഖുർആൻ പറഞ്ഞത്. ഒരു ചെറിയ ഉദാഹരണം പറയട്ടെ സഹോദരങ്ങളെ, ഇങ്ങോട്ട് നോക്കണേ. ഒരു ദിവസം അല്ലാഹുവിന്റെ ഹബീബും അവിടുത്തെ സഹാബത്തും ഇരിക്കുന്ന സമയത്ത് അതാ ഒരു കാള ഓടി വരുന്നു, ഒരു മൃഗം ഓടി വരുന്നു കേട്ടോ. ഒരു കാള ഓടി വന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ നിന്നിട്ട് ഒരൊറ്റ കരച്ചിലൊക്കെ കരഞ്ഞു. എന്നിട്ട് സ്ഫുടമായ അറബി ഭാഷയിൽ ഈ കാളയെന്ന് സംസാരിക്കുന്നു. സഹാബികൾ ഞെട്ടിപ്പോയി. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് മഖറത്തും തതകല്ലമു. എന്താണ് പശു സംസാരിക്കുന്നു, കാള സംസാരിക്കുന്നു. അത് തന്നെ സ്ഫുടമായ ഭാഷയിൽ വളരെ വിനയത്തോടുകൂടി സംസാരിക്കുന്നുവല്ലോ. അത്ഭുതത്തോടുകൂടി പറഞ്ഞു. ആ സമയത്ത് എല്ലാവരും നിശബ്ദരായി ഇരുന്നുകൊണ്ട് ഈ കാള പറയുന്ന, മൃഗം പറയുന്ന വാക്ക് കേട്ടു. എന്താണ് കാള പറയുന്നത് നിങ്ങൾ കേട്ടോ? ഓ ഹബീബായ നബിയേ, എന്റെ യജമാനൻ, എന്റെ ഉടമസ്ഥൻ എന്റെ പുറത്ത് ഒരുപാട് ഭാരം വെച്ച് കെട്ടിയിട്ട് എനിക്ക് നടക്കാൻ കഴിയാതെ, സഹിക്കാൻ കഴിയാത്ത അത്രയും വലിയ ഭാരം എന്റെ പുറത്ത് വെച്ച് കെട്ടുമ്പോൾ എനിക്ക് നടക്കാൻ വിഷമാകുന്ന സമയം വലിയ കാട്ടുവാറ് കൊണ്ട് എന്നെ അടിക്കുന്നവരെ എന്ന് ആരാണ് പറയുന്നത്? മനുഷ്യരല്ല. ഒരു കാള വന്നിട്ട് ഒരു മൃഗം വന്ന് റസൂലുള്ളാഹിയോട് പറയുമ്പോൾ ാൾ വഴിയുള്ള മൃഗങ്ങൾക്ക്, പശുവിനും കാടക്കും എരുമക്കും പോത്തിനും ഒട്ടകത്തിലും സർവ്വമൃഗങ്ങൾക്കും റഹ്മത്തായി അയക്കപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് പ്രഖ്യാപിക്കുന്നു. ഓ ജനങ്ങളെ, ഈ ജന്തുക്കൾക്ക് സംസാരിക്കാൻ സാധാരണയിൽ കഴിവില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഒരുപാട് സംസാരിച്ചു. അതേ സമയത്ത് സാധാരണ കാള സംസാരിക്കാറില്ല, പശു സംസാരിക്കാറില്ല. അങ്ങനെ സംസാരിക്കാത്ത ഈ മൃഗങ്ങളെ കൊണ്ട് ഒരിക്കലും നിങ്ങൾ ആവാത്ത ജോലി എടുപ്പിക്കരുത് കേട്ടോ. അതുകൊണ്ട് എടുക്കാൻ നിശ്ചയിക്കപ്പെട്ട ജോലി അതിന്റെ കഴിവനുസരിച്ച് മാത്രമേ ചെയ്യാവൂ എന്ന് ലോകത്തോട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടത്തെ കാളകൾക്കും പശുവിനും മൃഗത്തിനും റഹ്മത്തായിട്ടല്ലേ അല്ലാഹുവിന്റെ റസൂൽ വന്നത്? നിങ്ങൾ നോക്കൂ.